സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയിൽ പുറത്തുവരുന്നത്. അഖിൽ എന്ന ചെറുപ്പക്കാരനോട് ചെയ്ത ക്രൂരമായ മർദ്ദനവും പീഡനവും അത് കഴിഞ്ഞുള്ള കൊലപാതകവും. കാറിലെത്തി തലയ്ക്കടിച്ചു വീഴ്ത്തിയ ശേഷം ശരീരത്തിൽ പലതവണ ഹോളോ ബ്രിക്സ് എടുത്തിട്ടിടിച്ചു. തലയോട്ടി പിളർന്ന അഖിലിന്റെ മരണം സംഭവിച്ചു. ബാറിലെ തർക്കത്തെ തുടർന്നുള്ള പ്രതികാരത്തിൽ കരമനക്കൊല. അനന്തുവിനെ പീഡിപ്പിച്ചു കൊന്നവർ വീണ്ടും പ്രതിസ്ഥാനത്ത് തന്നെ എത്തുന്നു. കരമനയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് അതിക്രൂരമായി തന്നെയെന്നുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കരമന സ്വദേശിയായ അഖിലാണ് കൊല്ലപ്പെട്ടത്. 22 വയസ്സ് മാത്രമായിരുന്നു ഈ ചെറുപ്പക്കാരന്റെ പ്രായം. ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. ഇതിന്റെ പ്രതികാരമാണ് കൊല. കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടായി എന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത്. ഇത് CCTV ദൃശ്യത്തിൽ തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നു. ഇവർ പരസ്പരം സംസാരിക്കുകയും പരസ്പരം തീരുമാനിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഇത് തീരുമാനിച്ചതെന്നും പറയുന്നുണ്ട്. അതിക്രൂരമായ കൊലയാണ് നടത്തിയത്. ലഹരി സംഘങ്ങളാണ് പിന്നിലായതെന്നും പ്രാഥമിക നിഗമനത്തിൽ പറയുന്നു. തലയ്ക്കടിച്ചു വീഴ്ത്തിയ ശേഷം ശരീരത്തിൽ പലതവണ കല്ലെടുത്തിട്ട് പെരുമാറുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെയാണ് കൊല നടത്തിയത്. കഴിഞ്ഞ ആഴ്ച ബാറിൽ വെച്ച് അഖിലും കുറച്ചാളുകളുമായി തർക്കവും സംഘർഷവും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ കാറിലെത്തിയ സംഘം കമ്പി വടി കൊണ്ട് തലയ്ക്കടിച്ച ശേഷം ശരീരത്തിൽ കല്ലെടുത്തിട്ടാണ് ആക്രമിച്ചത്. ആക്രമികൾ ഹോളോ ബ്രിക്സ് അടക്കം കരുതിയിരുന്നുവെന്നും ഇത് ഉപയോഗിച്ചായിരുന്നു ആക്രമണം സംഭവിച്ചതെന്നും പറയുന്നുണ്ട്. മുൻകൂട്ടി ഗൂഢാലോചന ചെയ്തുള്ള കൊലപാതകമാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഹോളോ ബ്രിക്സ് കൊണ്ട് തലയ്ക്കടക്കം അടിയേറ്റിട്ടുണ്ട്. തലയ്ക്കേറ്റ പരിക്കാണ് മരണകാരണം. തലയോട്ടി പിളർന്ന നിലയിലാണ് അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. മത്സ്യക്കച്ചവടം നടത്തിവരുന്ന ആളാണ് അഖിൽ. ആക്രമണം നടക്കുമ്പോൾ പരിസരത്ത് കുട്ടികളടക്കം ഉണ്ടായിരുന്നു. പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാണ്. ഒരു നായ പോലും ഇത് കണ്ട് ഭയന്ന് ഓടുന്നത് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കാണാം. CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. കരമന അനന്തു വധക്കേസ് പ്രതിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്ന് പോലീസ് പറയുന്നു. കരമന അനന്തു ഗിരീഷ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കരമന അരശുംമൂട് നിന്ന് പട്ടാപ്പകലാണ് പ്രതികൾ അനന്തു ഗിരീഷിനെ തട്ടിക്കൊണ്ടുപോയത്. ബൈക്കിൽ ഒരു കടയിൽ ജ്യൂസ് കുടിക്കാൻ എത്തിയ അനന്തുവിനെ മർദ്ദിച്ച ശേഷം പ്രതികളായ ബാലുവും ഹരിയും ബൈക്കിന്റെ നടുവിലിരുത്തി കൊണ്ടുപോവുകയായിരുന്നു. ഇതിന് സമാനമായിട്ടായിരുന്നു അഖിലിനെയും ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ചരവിള ക്ഷേത്ര ഉത്സവത്തിനിടെ ഇരു വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് അനന്തുവിന്റെ കൊലപാതകത്തിലേക്ക് നീങ്ങിയത്. പ്രതികൾ അരുൺ ബാബു, വിജയ് രാജ് എന്നിവരെ കൊലപ്പെട്ട അനന്തു ഗിരീഷും സംഘവും ചേർന്നാണ് മർദ്ദിച്ചത്. ഇതിന് പ്രതികാരം തീർക്കാൻ പ്രതികൾ തീരുമാനിച്ചു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അനന്തു ഗിരീഷിനെ പ്രതികൾ തളിയല് വെച്ച് തട്ടിക്കൊണ്ടുപോയി നേമത്തുള്ള കുറ്റിക്കാട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് അവിടെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതോടെയാണ് പ്രേക്ഷകരെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം സംഭവിച്ചത്. അതിനുശേഷം ഇത് അഖിൽ എന്ന് പറയുന്ന 22 വയസ്സുകാരന്റെ കൊലപാതകം വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. അതും തിരുവനന്തപുരത്ത് കരമനയിൽ വെച്ച് തന്നെ അതിക്രൂരമായ രീതിയിൽ തന്നെ. CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഒട്ടും മാനസിക പരിഗണനയില്ലാത്ത രീതിയിലാണ് പെരുമാറിയതെന്ന് പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.